തൊടുപുഴയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ 80 ഗ്രാം മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. എറണാകുളം മരട് സ്വദേശി സുരേഷ്, വണ്ണപ്പുറം സ്വദേശി ഷിബു എന്നിവരാണ് പിടിയിലായത്. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിലാണ് തട്ടിപ്പിന് ശ്രമം നടന്നത്. 80 ഗ്രാം തൂക്കമുള്ള 8 വളകളുമായാണ് മരട് തോമസ്പുരം സ്വദേശി ചുള്ളിക്കൽ സുരേഷും വണ്ണപ്പുറം സ്വദേശി കാഞ്ഞിരക്കാട്ട് ഷിബുവും പണയം വെക്കാനെത്തിയത്. സംശയം തോന്നിയ സ്ഥാപന ഉടമ സ്വർണം നൈട്രിക് ആസിഡ് ഇട്ടതോടെ തട്ടിപ്പ് പുറത്തായി. ചെമ്പ് കമ്പികളിൽ സ്വർണം പൊതിഞ്ഞാണ് സംഘം തട്ടിപ്പിന് ശ്രമിച്ചത്. ഉരച്ചു നോക്കിയാൽ തട്ടിപ്പ് പിടിക്കപ്പെടില്ലായിരുന്നു. രാസപരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. സ്ഥാപന ഉടമകൾ തന്നെ പ്രതികളെ പോലീസിന് കൈമാറി. വ്യാജ സ്വർണത്തിൽ 916 ഹോൾമാർക്ക് അടക്കം രേഖപ്പെടുത്തിയിരുന്നുവെന്ന് സ്ഥാപന ഉടമയായ സജിത് ജെ കാപ്പൻ പറഞ്ഞു. പ്രതി ഒരു 8 ഗ്രാം വീതമുള്ള 10 വളയായിട്ട് പണയം വയ്ക്കാൻ വന്നതാണ്. ഈ വള കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ കളറിലും തൂക്കത്തിലും സംശയം തോന്നിയിട്ട് നമ്മളത് കൂടുതൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് വ്യാജ സ്വർണ്ണമാണ് അല്ലെങ്കിൽ മുക്കുസ്വർണ്ണമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഏകദേശം 80 ഗ്രാമോളം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്രാം പണയത്തിൻ്റെ റേറ്റിലാണെങ്കിൽ 9 ലക്ഷം രൂപയോളം നമ്മളെ കബളിപ്പിക്കണം എന്നുള്ള രീതിയിൽ ആ ഉദ്ദേശത്തിൽ വന്ന് പണയം വയ്ക്കാൻ വേണ്ടി വന്നതാണ്. പ്രതികൾ മറ്റിടങ്ങളിൽ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. തട്ടിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ 9 ലക്ഷം രൂപയുടെ നഷ്ടം സ്ഥാപന ഉടമകൾക്കുണ്ടാകുമായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കൈരളി ന്യൂസ്, ഇടുക്കി.